വളരെ പഴയ കാലത്തെ ഒരു നാടൻ കറിയാണ് കേട്ടോ. പഴയ തറവാടുകളിലെ ഒരു കറി, ഉപ്പുചാറ്. അപ്പോൾ അതിന് വേണ്ടി 2 വഴുതിനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 3 പച്ചമുളക്. വളരെ കുറച്ച് സാധനങ്ങൾ മതി, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആൾക്കാർ മറന്നു തുടങ്ങിയ കറിയാണെന്ന്. അപ്പോൾ ഇതാ വഴുതിനങ്ങ നമുക്ക് ഇതുപോലെ സ്ലൈസായിട്ട് വെക്കണം, കനം കുറച്ചിട്ട് കേട്ടോ. കുറച്ച് കനം കുറച്ചിട്ട് അരിയണം. പിന്നെ ഈ പച്ചമുളകും ചെറുതായി അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കാറുണ്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കാറെന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറക്കില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 4-5 കുരുമുളക്, പിന്നെ ഒരു 4-5 വറമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. നമുക്കത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ മുഴുവൻ ഒഴിച്ചോളൂ, നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വറുത്ത് മാറ്റി വയ്ക്കാട്ടുള്ളൂ, നന്നായിട്ട് ബ്രൗണായിട്ട് മണം വരുന്ന പോലെ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ അരയ്ക്കണം ഇതിന്. അപ്പോൾ ഈ തേങ്ങ ഒരു 3 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. തേങ്ങ പച്ചയാണ് കേട്ടോ അരയ്ക്കേണ്ടത്, തേങ്ങ വറുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ കുരുമുളകും ഉഴുന്നുപരിപ്പും വറമുളകും മൂപ്പിച്ച് ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടുള്ളൂ വറുത്തത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതിനങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ച് ഫ്രൈ ആക്കി എടുത്തോളൂ, ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് കേട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പച്ചയല്ല, കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടൊന്ന് ഇങ്ങനെ വേണം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഭയങ്കര ഫ്രൈ അല്ല, ഒന്ന് നമ്മുടെ എന്താ പറയുക, അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് കിട്ടണം. ഈ വറുത്തതിനെ നമുക്ക് തേങ്ങയിലേക്ക് ഇട്ട് വയ്ക്കാം. അതിന് ചൂടൊന്ന് ആറിയ ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ പച്ചയാണ് അരയ്ക്കേണ്ടത്, തേങ്ങ വറക്കരുത്. അതൊന്ന് ചൂടാറട്ടെ കേട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ വഴുതിനങ്ങ അപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഉടയാതെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരും. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിനെ കോരിയെടുക്കാം കേട്ടുള്ളൂ. നിങ്ങളുടെ കമൻറ്റ് വരുമ്പോൾ അത് വായിക്കുമ്പോഴേക്കും എന്തൊരു സന്തോഷമാണെന്നറിയോ. നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ചെറുതാണെങ്കിലും ഒരു കമൻറ്റ് എല്ലാവരും ഇടണം കേട്ടുള്ളൂ. ഇനി നമുക്ക് ഈ വഴുതിനങ്ങ മുഴുവൻ ഞാൻ വറുത്തത് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മളുടെ മസാല ചൂടാറിയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ വറുത്ത ഉഴുന്നുപരിപ്പും കുരുമുളകും പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത വഴുതിനങ്ങ കൂടെ നല്ലൊരു മണമാണ് ഈ കറിക്ക് കേട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ജീരകടില്ല കേട്ടുള്ളൂ ഇതിൽ. ഇനി ഇതിലൊരു മെയിൻ സാധനം ചേർത്തി കൊടുക്കാനുണ്ട്, തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഒരു 4 വലിയ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടുള്ളൂ ഇതിലേക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി തൈര് ആഡ് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറ് ഒലുമ്പിയിട്ട് ആ വെള്ളം കൂടി എടുക്കണം. വെള്ളം ഒഴിച്ച് ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് എടുക്കണം കേട്ടുള്ളൂ. ഇനി നമുക്ക് ഈ അരച്ചതിനെ നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെറും 10 മിനിറ്റ് മതി ഈ കറിക്ക്. ഈ വഴുതിനങ്ങയും ഈ മസാലയും വറക്കുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊരു 2-3 മിനിറ്റിൽ തിളയ്ക്കും, അധികം തിളപ്പിക്കേണ്ട. അപ്പോൾ ഇനി നമ്മളുടെ അരച്ചതിനെ ഒഴിച്ചു കൊടുത്തു ചട്ടിയിലേക്ക്. ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്തു കേട്ടുള്ളൂ. ഇനി ഇതൊന്ന് അവിടെയും ഇവിടെയൊക്കെ തിള പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടുള്ളൂ. ഇനി നമുക്ക് അതൊന്ന് തിള പൊട്ടിയിട്ട് വരുമ്പോൾ നോക്കിയോളൂ. ഇപ്പോൾ തിള പൊട്ടി വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടത് കടുകും ഉലുവയും പച്ചമുളകും വറ്റൽമുളകുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഞാൻ ആദ്യം അരിഞ്ഞ പച്ചമുളക് എന്താ ചെയ്തതെന്ന്? അത് വറുത്തിടാനാണ് കേട്ടോ ഞാൻ എടുത്തത്. വേണമെങ്കിൽ വഴുതിനങ്ങ വറുക്കുമ്പോൾ കൂട്ടത്തിൽ വറുത്തെടുക്കാം, പക്ഷേ ഞാൻ ലാസ്റ്റാണ് വറുത്തിട്ടാണ് ഒരു മുളകിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത്. വെളിച്ചെണ്ണയിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ കടുക്, ഉലുവ, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് കൊത്തി കൊടുത്തു. ഞാൻ നല്ല മണമുള്ള ചൊടിയുള്ള നല്ലൊരു അസല് നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല തൈരും ചോറും നല്ല ഒരു മെഴുക്ക് വരട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഈ കൂട്ടാനും കൂട്ടിയിട്ട് ഊണ് കഴിക്കൂ. നല്ലൊരു അടിപൊളി നാടൻ ഊണ് റെഡിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കണു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പുതിയതായി കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ശരി, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.